സ്തോത്രം. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സ്തോത്രം. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ തിരുമാദേവേ സ്വർഗീയ പിതാവേ, ചില ദിവസങ്ങളായി കർത്താവിധി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നീ പ്രായശ്ചിത്തമായി തീർന്ന നിന്റെ രക്തത്തിന്റെ നിരേക മെറിറ്റിനാൽ കർത്താവെ ജനത്തെ ഞാൻ വിശദീകരിക്കുകയാണ്. ദൈവവചനം ഗ്രഹിക്കുന്നവൻ അവരുടെ ജീവിതത്തെ പ്രായോഗികമായിട്ട് അനുഭവിക്കുന്ന തടസ്സമായിട്ട് ചിന്തകളിൽ കൂടെ വ്യാപരിക്കുന്ന സകല അധർമ്മത്തിന്റെ വ്യാപാരത്തെയും ദുഷ്പ്രവർത്തികളുടെ വ്യാപാരത്തെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഫലമാക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ സംസാരിച്ചാട്ടെ, ഞങ്ങൾ ഒരുക്കിയാട്ടെ കർത്താവെ. പുത്രനോട് അനുരൂപരാക്കി തീർക്കുവാൻ യോഗ്യമായത് കർത്താവ് എന്തോ അത് ചെയ്തെടുത്തിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഈ വാക്യത്തോടനുബന്ധിച്ച് സ്തോത്രം, ചർച്ചിൽ നടക്കുന്ന അല്ലെങ്കിൽ ആട്ടിൻ തൊഴുത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇന്നലെ നാം പറഞ്ഞത്. സ്തോത്രം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം വായിച്ചു വരുന്ന സമയത്ത് അതിന്റെ 3-ാം വാക്യം 4-ാം വാക്യം തുടങ്ങി നാം വായിച്ചു. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശിക്കായി വിളിച്ചതുപോലെ. അപ്പോൾ ഫസ്റ്റ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ഫസ്റ്റ് ക്വാളിറ്റി, അതായത് ഈ ആട്ടിൻ തൊഴുത്തിലുള്ളവരുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചപ്പോഴുള്ള പ്രത്യാശ എന്താണ്? സ്തോത്രം. പത്രോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്നെ അനുഗ്രഹിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് യോഹന്നാനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്നെ അനുഗ്രഹിപ്പിൻ. അവരെല്ലാം തന്നെ വിളി കേട്ടു. ഇത് ആരെ വിളിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യനെ വിളിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം മീൻപിടുത്തമാണ്. ഗലീല കടലിൽ നിന്ന് മീൻ പിടിച്ച് ഉപജീവനം കഴിക്കണം. ഇത് മാർഗം. ഉപജീവനം കഴിക്കുന്ന മാർഗത്തിനിടയ്ക്ക് ഒരു മനുഷ്യൻ വന്ന് പറയാണ്, അവർക്കറിയില്ല മഷിയാണെന്ന്. അവർ കാത്തിരുന്ന മഷിയാണെന്ന് അവർക്കറിയാം. ഒരു മനുഷ്യൻ വന്ന് പറയാണ്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. എങ്ങനെയാണ് പത്രോസും യാക്കോബ് യോഹന്നാനും വലയും വിട്ട് അപ്പനെയും വിട്ട് വല നന്നാക്കുന്നവരെയും വള്ളം വിട്ട് ഈ മനുഷ്യന്റെ വാക്കുമായിട്ട് എങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്? എന്താ ഈ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നതിന്റെ അർത്ഥം എന്താ? മീൻ പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ മീൻ പിടിക്കുന്ന അറിയാം. ഒരു പക്ഷേ ഈ മനുഷ്യന് കുറച്ചുകൂടി ടെക്നിക്ക് ഉണ്ടാകാം. ഞാൻ നിങ്ങളെ കുറച്ചുകൂടി നല്ല മീൻ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞെങ്കിൽ അവർക്കറിയാം, ഒരു പക്ഷേ ഈ ഗലീലക്കാരനാണ്, ഞങ്ങൾക്ക് വരികയില്ല, മീൻ ബിസിനസ് ആണ്. പക്ഷെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇതെന്തൊരു കഥയത്? എന്തുകൊണ്ട് ഒരു കാര്യം പോലും അവരെ റെസ്ട്രെയിൻ ചെയ്തില്ല, ഒബ്സ്റ്റാക്കിൾ വന്നില്ല. വിളി കേട്ടു, ഇറങ്ങി തിരിച്ചു. കാരണം എന്താ? വിളിച്ചവനാരാ? സ്വർഗീയ അധികാരത്തോടു കൂടിയാണ് വിളിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശിക്കായിട്ട് വിളിച്ചു. പത്രോസ് 2 പീറ്റർ വാക്യം ഇപ്പോൾ ഓർമ്മ വന്നത്. 2 പീറ്ററിൽ നമ്മൾ എന്ന് പറയാനുള്ള വാക്യമാണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വേഴ്സ് 3. 2 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 3 വായിക്കുന്നത്, സ്തോത്രം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ വിളിക്കുന്നത് എങ്ങനെയാണ്? വ്യർത്ഥമായിട്ടല്ല വിളിക്കുന്നത്, തന്റെ മഹത്വത്താലും വീര്യത്താലും. അപ്പൊ വിളിക്കുന്നവന്റെ കൂട്ടത്തിൽ തന്നെ ആ വാക്കുകൾക്ക് സ്വർഗത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ചത് അവൻ തന്റെ വാക്കുകളാൽ ഈ ദൃശ്യമായ സർവത്തെയും ഉളവാക്കിയ അതേ ശബ്ദത്തോടു കൂടിയാണ് വിളിക്കുന്നത്. യെസ്, എന്നെ അനുഗമിപ്പിൻ. അതേ ശബ്ദമാണ് ഇന്നും ഈ എളിവിനെ കൂടെ ഈ വേദപുസ്തകത്തിൽ കൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി തന്നിരിക്കുന്നു. ഇന്നും ലോകം മുഴുവനും വിളിച്ചു കേൾക്കുന്നത്, യെസ്, എന്നെ അനുഗമിപ്പിൻ. എന്നെ അനുഗമിപ്പാൻ പറഞ്ഞ് ഇറങ്ങി തിരിച്ച പത്രോസിനെ യാക്കോബിനെ യോഹന്നാന്റെ ജീവിതത്തിൽ അവരനുഭവിച്ച പോലെ കഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷേ അവരുടെ സോള് നിത്യത പ്രാപിക്കാൻ കാരണമായി തീർന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ വേവ്സ് ഉണ്ടായി. യോഹന്നാൻ, എനിക്ക് പുറകെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാകുന്നു, അവൻ പരിശുദ്ധാത്മാവിന് തീയാൽ അഭിഷേകം ചെയ്യും, അവന്റെ ചെരുപ്പിന്റെ വാറ് പോലെ യോഗ്യനല്ലെന്ന് പറഞ്ഞ് യോഹന്നാൻ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്ന് ചോദിക്കാൻ ആളയക്കേണ്ട അവസ്ഥ വന്നു. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മെ വിളിച്ചവൻ വിളിച്ചത്, യെസ്, എന്നെ അനുഗമിപ്പിൻ. അപ്പൊ നമ്മൾ വിളിച്ചിരിക്കുന്ന എന്തിനാ? ഏക പ്രത്യാശിക്കാണ്. എന്താണ്? ക്രിസ്തുവിൽ നാം സമ്പൂർണ്ണരായി തീരണം. ക്രിസ്തുവിൽ നാം സമ്പൂർണ്ണരായി തീരുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ മനുഷ്യരെ പിടിക്കുന്ന കാര്യങ്ങളുണ്ട്.
ആരന്മാരിക ആരാധനയുണ്ട്, കർത്തൃമേശയുണ്ട്. പക്ഷെ ഇതിലല്ല വിളിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ പാർട്ടുകളാണെങ്കിൽ തന്നെയും വിളിച്ചിരിക്കുന്നത് എന്താണ്? എനിക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് സദൃശ്യന്മാരായി തീരണം. ഇത് അനുഭവിച്ച യോഹന്നാൻ പറയുന്നത്, പൗലോസ് പറയുന്നത്, അവൻ വരുമ്പോൾ നാം എപ്പോഴായിത്തീരും നമ്മൾ അറിയുന്നില്ല. പക്ഷെ അവൻ വെളിപ്പെടുമ്പോൾ നാം അവനിരിക്കുന്നത് പോലെ ആയിത്തീരും. കാരണം എന്താ? അവരും ഫുൾ ഗ്ലോറി അറ്റൈൻ ചെയ്തവരായിരുന്നു. ക്രിസ്തുവിനുള്ള അതേ ഗ്ലോറി അറ്റൈൻ ചെയ്ത യോഹന്നാൻ പറയാണ്, അവൻ വെളിപ്പെടുമ്പോൾ നാമും അവൻ ഇരിക്കുന്നത് പോലെ ആയിത്തീരും. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഫ്രീ ഓഫർ. ഈ ഫ്രീ ഓഫറിനെ അറ്റൈൻ ചെയ്യാൻ ആവശ്യമായി ഭൗതികമായിട്ട് എന്തു വേണമോ? ജ്ഞാനം വേണമോ, വിദ്യാഭ്യാസം വേണമോ, ആരോഗ്യം വേണമോ, ദീർഘായുസ് വേണമോ, വീട് വേണമോ, വസ്ത്രം വേണമോ, ഇതെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്രീ ഓഫറാണ്. എങ്ങനെയാ? അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടുള്ള എക്സ്പീരിയൻസ്. മിഥ്യ വെയിങ് കോൺഫിഡൻസ് അല്ല, പേഴ്സണൽ ഇന്റർഫേസ് കൊടുക്കേണ്ട എക്സ്പീരിയൻസ്. യെസ്, എന്റെ കർത്താവ് നല്ലവനാണ്, ഞാൻ കൃപയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. He started a good work in me and he will continue and is accomplished till the end. Hallelujah. അപ്പോൾ ഏക പ്രത്യാശയെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പറയാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ പ്രത്യാശ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ ഇന്ന് ലോകമെമ്പാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡിനോമിനേഷൻസ് ആയി മാറിപ്പോയത്. പക്ഷേ ഇതിലൊന്നിലുമല്ല കർത്താവ് നിൽക്കുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവന്റെ പണി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അവൻ ആ ഏക പ്രത്യാശിക്കാൻ വിളിക്കുന്നുണ്ട്. വിളിച്ച പത്രോസ്, യാവോനാനും ബാക്കോമൊക്കെയും വലയും വിട്ട് അപ്പനെയും വിട്ട് ഇറങ്ങി തിരിച്ചു. അവർക്ക് നഷ്ടമായ വലുതും. അവര് കാത്തില്ലയോ? താൻ ഈ ലോകം വിട്ട് പോകുന്ന സമയത്തും പിതാവേ ഇവരെ ഈ ഭൂമിയിൽ എടുക്കണമെന്നല്ല, ദുഷ്ടങ്ങളിൽ നിന്ന് ഇവര് കാത്തുകൊണ്ടാണ്. ഹല്ലേലൂയ. വിളിച്ചവർക്ക് വേണ്ടി ആമേ കരുതുന്നവൻ കൂടെയാണ്. ഏക പ്രത്യാശ. അപ്പൊ അതാണ് പ്രത്യാശയിൽ നിന്ന് ഡീവേറ്റ് ചെയ്യാതിരിക്കത്തക്കവണ്ണം നാം നോക്കാം. ഡീവേറ്റ് ചെയ്യുന്ന അനേക പ്രലോഭനങ്ങൾ, ടെംപ്ടേഷൻസ്, പരീക്ഷകൾ, പരിശോധനകൾ വരും. അവിടെയൊക്കെ എന്റെ പ്രത്യാശ എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത് എന്റെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് എനിക്ക് മഹിമയുടെ വലത്തുമായി തീരും, ക്രിസ്തുവിൽ എനിക്ക് സമ്പൂർണ്ണമായി തീരണം. ഇതിന്റെ ഫ്രീ ഓഫർ ഉണ്ട്. ഈ ഫ്രീ ഓഫർ ഉണ്ട്. എന്നെ കാക്കാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് ദൈവരാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എന്തും വാദം ചെയ്യുമെന്നൊക്കെ കൊണ്ടോ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് ഫ്രീ ഓഫർ ഉണ്ട്. സ്തോത്രം. എന്നെ ഇത്ര മാത്രം ദൈവം സ്നേഹിക്കും. ഹല്ലേലൂയ. അടുത്ത കാര്യം നമ്മൾ ചിന്തിച്ചതാണ്, അതുകൊണ്ട് അതിൽ ദീർഘിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിളിച്ചതുപോലെ ശരീരം ഒന്നായിരിക്കണം. അപ്പൊ പ്രത്യാശയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോഴാണ് ശരീരം സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത്. ഇത് കൊരിന്ത്യയിലെ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായിട്ട് വാണിംഗ് ചെയ്തു. നിങ്ങളെ ഏക പ്രത്യാശിക്കാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരാ, ഞങ്ങൾ അപ്പോലോസിന്റെ പക്ഷക്കാരാ, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാ. ഡീവിയേഷൻ ചർച്ച അല്ലാതെ പിന്നെ അതുപോലെ ശരീരം ഒന്ന്. ആ ശരീരത്തിന് തന്നെ ക്രിസ്തുവാണ്. നിങ്ങൾ ശരീരത്തിൽ പല അവയവങ്ങൾ തന്നെയും അവയെല്ലാം കൂടെ ചേർന്നതാകുന്നു ക്രിസ്തു. ഡീവിയേഷൻ പ്രത്യാശയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവയെ ശരീരത്തൊന്നും ഡീവിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. പ്രത്യാശയിൽ നിന്ന് മാറുമ്പോഴാണ് പിന്നെയും സത്യവേദ പുസ്തകം എടുത്ത് വായിക്കും, ഇതേ പ്രസംഗം തന്നെ പ്രസംഗിക്കും, ഇതേ പ്രശ്നം. പക്ഷേ ഡിവിഷൻസ് വന്നു കഴിയുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ പണിയല്ല, അത് പിശാചിന്റെ പണിയാണ്. സ്നേഹിതന്മാരെ തമ്മിൽ ഭേദിക്കുന്നവന്റെ പേരാണ് ദ വേൾഡ്. ഇതാണ് ഇസ്കറിയോത്യ യൂദയിൽ കടന്ന സാത്താന്റെ സ്വഭാവം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചാണ് അല്പശേഷം അതിനുശേഷം വരുന്ന കാര്യമാണ് ആത്മാവ് ഒന്ന്. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാജമായിട്ട് സേത്താൻ ചെയ്യുന്ന തന്ത്രമാണ് സ്പിരിച്വലായിട്ട് റിവീൽ ചെയ്യുക. പഴയ നിയമകാലത്ത് അവൻ ജാതിയിലെ രാജാക്കന്മാരും കൂടെ പ്രവർത്തിച്ചു. കർത്താവ് അനുവദിച്ചു. നമ്മുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒരു നേഷനായിട്ട് അവൻ ചോരത്തലി ആചരിച്ചവരായിട്ട്, പെസക ആചരിച്ചവരായി, തീ ചുട്ടായിട്ട്, മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കൽപ്പിച്ചവരോട് കൂടെ തിന്ന് അരമുറയ്ക്ക് കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപ്പിടിച്ച് ഇറങ്ങി തിരിച്ച് ജനത്തോടു കൂടെ അവർ രാവും പകലും യാത്ര ചെയ്യാൻ തക്കോണം യഹോവയായി ദൈവം ഇറങ്ങി വന്നു. അവർ നടത്തി. ചെങ്കടൽക്കരയിൽ അവർ മഹത്വം കാണിച്ചു. ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തുന്ന വരുവാനുള്ള പെസഹ കുഞ്ഞാടിന്റെ ചോരത്തെളിയെ അനുസ്മരിക്കുന്ന ചോരത്തെളിയുമേല ചെങ്കടൽ കരയിൽ വെച്ച് പിന്തുടർന്നു വന്ന സൈന്യത്തിന് മേല ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. അതാ പറഞ്ഞതിന്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചിരിക്കുന്നത്. നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഈ ലോകത്തിലേക്ക്, മറ്റു ഡിവിനേഷനിലേക്കോ കമ്മ്യൂണിറ്റികളിലേക്കോ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന മുമ്പില് യഹോവ ആത്മീയ സ്തംഭമായിട്ട് തന്നെ വെളിപ്പെടും.
നമ്മുടെ വേരുകളിലെ മേഘസ്തംഭമായിട്ട് വെളിപ്പെടും. പക്ഷെ അവൻ വിട്ടുമാറുന്നില്ല. വാഗ്ദത്തം ചെയ്തതുപോലെ വിശ്വസ്തരായിരുന്ന കാലേബിനെയും യോശുവയെയും കുടുംബത്തോടുകൂടെ കുഞ്ഞു മക്കളോട് കൂടെ കുട്ടികളോട് കൂടെ തന്നെ എവിടെ കാനാൻ ദേശത്ത് അവൻ എത്തിച്ചു. പ്രോമിസ് എന്നവൻ മാറുന്നവനല്ല. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിശ്വാസം ഇതുമായിട്ട് വഴിയിൽ പെട്ടുപോയി. അവിടെ അവിശ്വാസമായിരുന്നു. നടത്തുന്നവൻ നടത്താമെന്ന് പറഞ്ഞവൻ, ദേശത്ത് എത്തിക്കാമെന്ന് പറഞ്ഞവൻ, പിതാക്കന്മാർക്ക് പ്രോമിസ് ചെയ്ത് വാഗ്ദത്ത ദേശം എത്തിക്കാമെന്ന് പറഞ്ഞവൻ അവൻ കഴിവില്ലാത്തവനല്ല. പക്ഷെ അവിടെ അവിശ്വാസ നിമിത്തം അവർ പെട്ടുപോയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിനുള്ള ആശ്രയം, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനുള്ള ആശ്രയം. ഏത് പ്രതികൂലം വന്നോട്ടെ, ഏത് കാറ്റടിച്ചോട്ടെ, ഏത് വൻ തിരമാല വന്നോട്ടെ, ഏത് ചെങ്കടൽ വന്നോട്ടെ, മിസ്രൈൽ സൈന്യം ആർത്തിരമ്പിക്കൊണ്ട് നമ്മൾ വീണ്ടും ലോകത്തിലേക്ക് തെരപ്പിക്കുന്ന ആർത്തിരമ്പി വന്നോട്ടെ, പക്ഷേ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിലാണോ ആശ്രയം. അവൻ സ്വർഗത്തിൽ ഭൂമിയിലുള്ള എന്തിനേയും നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ കഴിവും അധികാരമുള്ളവനാണ്, അതോറിറ്റി ഉള്ളവനാണ്. ശക്തി മാത്രമല്ല, ഓഥറൈസേഷൻ ഉള്ളവനാണ്. മറ്റ് ശക്തികൾക്ക്, മറ്റ് ഡെവിൾസ്, ദുഷ്ടാത്മ സേനകൾക്ക് അവർക്ക് അധികാരമുണ്ട് ശക്തിയെ വെളിപ്പെടുത്താം. പക്ഷെ ഓഥറൈസേഷൻ ഇല്ല. ഡിവൈൻ ഓഥറൈസേഷൻ ഉള്ളത് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നാം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതാണ്. ന്യായപ്രമാണ സംബന്ധമായിട്ട് നാം മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആത്മാവ് ഒന്ന്. അപ്പോൾ പഴയ നിയമകാലത്ത് ജാതിയിൽ കൂടെ വെളിപ്പെട്ടു. യേശു ക്രിസ്തു ഭൗതികമായിട്ട് വെളിപ്പെട്ടപ്പോൾ മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. മഹാപുരോഹിതന്മാരിൽ കൂടെ, സ്തോത്ര ശാസ്ത്രിമാരിൽ കൂടെ, ഇസ്കറിയ യൂദാവിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവനെ കൊന്നു. ഇത് കഴിഞ്ഞ് ആത്മാവിന്റെ 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയുടെ ആത്മാവിന്റെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ ഇന്ന് അവൻ ആത്മാവിലാണ് വെളിപ്പെടുന്നത്. ഇത് കാണാൻ പറ്റാത്തത്. പഴയ നിയമകാലത്ത് അമാലേക്കിനോ അമ്മോനിനോ ഫെലിസ്തീനൊക്കെ വന്ന കണ്ണുകൊണ്ട് കാണാൻ വാളെടുത്ത് വെട്ടിക്കളയാൻ പ്രമാണം കൊടുത്തിട്ടുണ്ട്. പുതിയ നിയമത്തില് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോടും സ്വർലോക ദുഷ്ടാത്മസേനയോടും അത്രേ. ഇവിടെയാണ് നമുക്ക് ആത്മീകമായ കണ്ണു തുറക്കേണ്ട ആവശ്യം വന്നത്. ഫിസിക്കൽ വേർഡിന് നമുക്ക് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ സെൻസേഷൻ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിച്ചറിയാം. കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, സ്പർശിക്കാൻ സാധിക്കും, മണക്കാൻ സാധിക്കും, രുചിക്കാൻ സാധിക്കും. പക്ഷേ സ്പിരിച്വൽ വേൾഡിന്, ഈ ഭൗതിക ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ സെൻസേഷൻ ഉണ്ട്. നമുക്ക് സ്പിരിച്വൽ വേൾഡിനെ സെൻസ് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കുള്ള പകർന്നിരിക്കുന്ന കഴിവിനനുസരിച്ചുകൊണ്ട് അത് റിവീൽ ചെയ്ത് തരുമ്പോൾ ഭയപ്പെടുവാനുള്ളതല്ല. യെസ്, എന്റെ ആശ്രയം ക്രിസ്തുവിനാണ്. അതാണ് നാം എഫെസ്യർ എപ്പോഴും ബൈകാട്ട് പഠിച്ചിരിക്കുന്നത്. അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല ഒരുപാടും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഉയർത്തി നാം അവനോടുകൂടെ അത്യന്തം മീതെയാണ്. സർവത്തെ തന്റെ കാൽ കീഴാക്കി വെച്ചുവെങ്കിൽ അവനോടുകൂടെ സർവവും നമ്മുടെ കാൽ കീഴയാണ്. ഇത് വിശ്വാസത്തിന്റെ എടുക്കേണ്ട പരിപാടിയാണ്. പക്ഷെ എപ്പോൾ അത് നമ്മൾ കൂടെ പ്രവർത്തിക്കണമോ അവനത് വെളിപ്പെടുത്തും. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എപ്പോൾ നമ്മിൽ കൂടെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു അവനത് ചെയ്തെടുത്തുകൊള്ളും. അപ്പോൾ ഇന്ന് നടക്കുന്നത് ആത്മാവിന്റെ വ്യാജമായ സകല ദൂഷ്ടതയുള്ളപ്പോൾ ആത്മാവ് വന്ന് എന്താ ചെയ്യുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ചില ഇപ്പോഴും പഠിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16, 14-ാം അധ്യായത്തിന്റെ 26, 15-ാം അധ്യായത്തിന്റെ 26, അതുപോലെ തന്നെ 16-ാം അധ്യായത്തിന്റെ 8, 12, 13 ഇതൊക്കെ ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് വായിച്ചു പോവാം. അമ്മേ സ്തോത്രം. 16 ഞാൻ വായിക്കുകയാണ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 26-ാം വാക്യം. സ്തോത്രം. എങ്കിലും പിതാവ് എന്റെ നാമത്തെ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ചാപ്റ്റർ 15 വേഴ്സ് 26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ കടന്നു വന്ന് അവനെ കുറിച്ച് അവനെ വെളിപ്പെടുത്തുക. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ അവനെ കുറിച്ച് അത് 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 8-ാം വാക്യം.
അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. അതിന് 12-13 ഇനി വളരെ 13-ാം വാക്യം മാത്രം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്തോത്രം. എനിക്കുള്ളവർ എന്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു, അന്യന്റെ ശബ്ദം അറിയായിക്കൊണ്ട് അവരവ വിട്ട് ഓടിപ്പോകുന്നുള്ള വിഷയം ചിന്തിക്കുക. നമുക്ക് ഈ ആത്മാവിന്റെ പ്രവൃത്തി വിഷയം ചിന്തിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് ഒന്ന്. ഈ ആട്ടിത്തൊഴുത്തിലുള്ള എല്ലാ ആടുകളെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാകാത്തിടത്തോളം അത് ആട്ടിത്തൊഴുത്തല്ല. ഇതാണ് ക്രിസ്തീയ കോളേജിൽ സംഭവിച്ചു പോയത്. അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി, ചർച്ചിന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ അതേപോലെ തന്നെ ശത്രുവായവൻ ഈ ചർച്ചിനെ ഡിഫൈൻ ചെയ്യുവാൻ തക്കവണ്ണം അനന്യാസ് സഫയിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. കള്ളമായിട്ട് കടന്നു വന്നു. പരിശുദ്ധാത്മാനാൽ നിറഞ്ഞവരായിരുന്നു അവര്. പക്ഷെ അവരുടെ കള്ളത്തിന്റെ ഇൻറ്റ്യൂഷൻ, പ്രേരണ കടന്നു വന്നപ്പോൾ അല്പം വസ്തു മാറ്റിവെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. മുഴുവൻ മാറ്റിവെച്ചാലും കുഴപ്പമില്ലായിരുന്നു, ആരും ചോദിക്കാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ച് മാത്രം മാറ്റിവെച്ച് കളവായിട്ട് അവിടെ ചെന്നപ്പോൾ ചർച്ചിനകത്ത് കള്ളൻ ഇതിൽ കൂടെ സേറ്റാൻ കടക്കാൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? 2 വെട്ടിക്കളഞ്ഞു. ചർച്ചിന്റെ പ്രൊട്ടക്ഷൻ ഈ അതേ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന ക്രിസ്തു ആരാണ്? രോഗികളെ സൗഖ്യമാക്കുന്നവനല്ല, മുടന്തനെ സൗഖ്യമാക്കുന്നവനല്ല, കുഷ്ഠരോഗി സൗഖ്യമാക്കുന്നവനല്ല, പാപികൾക്ക് സ്നേഹിക്കുന്നവനല്ല, പാപത്തെ ന്യായം വിധിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാലുള്ളവൻ, നിലയങ്കി ധരിച്ചവൻ എന്ന് പറഞ്ഞാൽ അല്പം പോലും പാപത്തെ സഹിക്കുന്നവനല്ല. താൻ ജീവിതത്തിലായിരുന്നപ്പോൾ പാപികളെ അടുത്ത് സ്നേഹിച്ചു, അവർ രക്ഷാമാർഗത്തിന് വഴിയൊരുക്കി. ഇന്ന് അവൻ വരുന്നത് നിലയങ്കി ധരിച്ചവനായിട്ടാണ്. ആ പാപത്തെ അല്ലെങ്കിൽ കള്ളത്തെ അല്പം പോലും പൊറുക്കുന്നവനല്ല. അത് വ്യക്തമായിട്ട് അനന്യാസ് സഫീറയിൽ കൊണ്ട് വെളിപ്പെടുത്തി. ഇന്നും ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ അധികാരം അത് തന്നെയാണ്. പക്ഷെ നാം കാണുന്നത് ഒന്നും സംഭവിക്കുന്നത് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് അല്ല, ആട്ടിൻ തൊഴുത്തല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആട്ടിൻ തൊഴുത്തിന്റെ വിഷയമാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് അവിടെ റിവൈവൽ നടന്നു, ഇവിടെ ഉപരി വിപ്ലവം നടന്നു, അവിടെ ഇളക്കപ്പെരുപ്പം നടന്നു, അവിടെ വലിയ ആളുണ്ട്, വലിയ അനുഗ്രഹങ്ങൾ വ്യാപരിക്കുന്നു, സീതാരാനന്ദ കറൻസികൾ കൊണ്ട് നിറയ്ക്കുന്നു. ഇതെല്ലാം കേട്ട് ആകർഷിക്കപ്പെട്ടു പോയാൽ അങ്ങോട്ട് പോകുന്ന തീരുമാനം എടുക്കുന്നതിന് മുമ്പേ തന്നെ ആ സ്പിരിറ്റത്തിന്റെ ഉള്ളിൽ കിടക്കും. ഇതല്ലേ തോട്ടത്തിൽ നടന്നത്? തോട്ടത്തിൽ യാതൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അല്പമായിട്ട് അതിനൊക്കെ പറഞ്ഞു. പക്ഷേ മരിക്കയില്ല, നിശ്ചയം ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾക്ക് നന്മത്തിന്മകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെയാകാം. നിങ്ങൾക്കും ദൈവത്തെ കൂടാതെ ദൈവം സെൽഫ് എക്സിസ്റ്റ് ആയിരിക്കുന്ന പോലെ നിങ്ങൾക്കും സെൽഫ് എക്സിസ്റ്റഡ്. എന്തോ നല്ല കാര്യമാണ്. കയറി ചിന്തിച്ചതും ദൈവത്തെ വിട്ടുപോയി. പിന്നെ വിഷമം പറിച്ചിട്ടൊന്നും എന്താ, അതോ നമ്മൾ ഇന്ന് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ആത്മാവിന്റെ വ്യാപാരം. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്നെ വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യാശ ഇത് അനുഭവിക്കാനല്ല. എന്നെ വിളിച്ചിരിക്കുന്ന പ്രത്യാശ അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് അവനോട് കൂടെ തേജസ്വീകരിക്കപ്പെടുവാനാണ്. അവനോട് കൂടെ തേജസ്വീകരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. റോമാലേഖനം 8-17 വാക്യം. ഞാൻ മുഖാന്തരം സൃഷ്ടി മുഴുവനും തന്നെ ഈറ്റുനോവോടെ ഞരക്കത്തിലിരിക്കുകയാണ്. എന്റെ തേജസ്സിന്റെ പരിപൂർണ്ണ പുത്രത്തെ പ്രാപിക്കാത്ത ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്ന ഞെരക്കമാണ് എൻ്റെ ഉള്ളിൽ വെളിപ്പെടുന്നത്. ഇത് എന്റെ കുറവ് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ഇത്രയും ഫ്രീ പ്രൊവിഷൻസ് തന്നിട്ടും മനുഷ്യ നീ എന്താ ദൈവത്തിന്റെ പുത്രത്വം പ്രാപിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് ഈ കാണുന്ന സൃഷ്ടിയല്ല. ഈ പക്ഷിയെ രാത്രിയിൽ മുഴുവനും ഭയന്ന് വിറച്ചുകൊണ്ട് അല്ല പാമ്പ് വന്ന് മുട്ട കൊണ്ടുപോകുക, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോ ബലഹീന ജാതി മനുഷ്യനായാലും മൃഗമായിരുന്നാലും പക്ഷികളായിരുന്നാൽ തന്നെയോ ബലമുള്ളത് വന്ന് ഉപദ്രവിക്കുമോ എന്ന് പേടിക്കുന്നതിന്റെ കാരണം എന്താ? ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ പുത്രത്വം പ്രാപിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ അതേ അധികാരത്തോടു കൂടെ സ്വർഗത്തിൽ വാഴുന്നത് പോലെ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ വാണാൽ പിന്നെ ആരാ ഭരിക്കാൻ പോകുന്നത്? ഇതാ ചർച്ചിന്റെ ക്വാളിറ്റി, ഇതാ ആട്ടിൻ തൊഴുത്തിന്റെ ക്വാളിറ്റി. ഈ ആട്ടിൻ തൊഴുത്തിൽ കൂടെ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി വരുന്നവൻ. നമുക്ക് അടുത്ത സബ്ജക്റ്റ് ആണ് വേറെ വഴി എന്താണ്, ഈ വരുന്നവന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടത്. സ്തോത്രം. അപ്പോൾ ആത്മാവ്, ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. അടുത്തതാണ് കർത്താവ് ഒരുവൻ. എന്നാ കത്തോലിക്കർക്ക് തുടങ്ങി, ഓർത്തഡോക്സുകാർക്ക് തുടങ്ങി, എല്ലാവർക്കും
ആയിരക്കണക്കിന് കർത്താക്കന്മാരാണ് ഉള്ളത്. കരുണയുടെ കർത്താവ്, സിനിമ നടന്മാരുടെ എല്ലാ ചിത്രങ്ങളും കാണുന്ന കർത്താവ്. എവിടെയൊക്കെ യേശുവിന്റെ പേരിൽ മൂവി ഉണ്ടോ അതിൽ കാണുന്നൊക്കെ എന്ത് ചിത്രങ്ങളാണ് വീടിന് ചിത്രങ്ങൾ വെച്ചു. വഴിത്തെരുവില് വസ്ത്രമില്ലാത്തതും വസ്ത്രമുള്ളതുമില്ലാത്ത ഫോട്ടോകളുടെ കൂടെ ഒരു കലണ്ടർ, താടി മീശം വെച്ചവരുടെ കലണ്ടർ കൊണ്ടുവന്ന് 2 രൂപ 10 രൂപ കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് ചുമരിൽ തറച്ചു കഴിഞ്ഞ പിന്നാരാ അയ്യോ അത് കർത്താവ് അതിന്റെ പുള്ളിൽ മെഴുതിരിയും കൂടെ കത്തിച്ചു. ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ 5 രൂപ കൊടുത്ത് വഴിയിൽ വെച്ചിരുന്ന, അതുപോലെ ഇന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിഗ്രഹങ്ങളെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. മേടിക്കാൻ ആരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിനെ കൊണ്ടുവന്ന് ഒരു പള്ളിയിലോ അമ്പലത്തിലോ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവമായി മനുഷ്യൻ അതിന്റെ മുമ്പിൽ പോയി സാഷ്ടാംഗം വീഴുക. ബുദ്ധിയില്ലാത്ത മനുഷ്യ അതിനെ കുറിച്ച് ഇനി എന്താ പറയേണ്ടത്? ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം ലൂസിഫറിനെ ദൂതഗണത്തെ ശിക്ഷിച്ച അതേ സ്വഭാവമാണ് ദൈവത്തിന് ഇപ്പോഴും ഉള്ളത്. പാപം ചെയ്ത് ദൈവം മരിക്കണം, അതേ ക്രോധം തന്നെയാണ് ഇന്നും ഉള്ളത്. പക്ഷേ മനുഷ്യനുള്ള സ്നേഹ നിമിത്ത ദൈവം അതിപ്പോൾ വെളിപ്പെടുത്തിയില്ല. പക്ഷെ മനുഷ്യന് ബുദ്ധിക്ക് വെളിപ്പെടുത്തക്കവണ്ണം അനേക പ്രാവശ്യം വെളിപ്പെടുത്തി. നോഹയുടെ കാലത്ത് കോടിക്കണക്കിന് ആൾക്കാർ പോയത്, അത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ നടന്നുപോയി. ടർക്കിലും സ്തോത്രം സിറിയയിലും ഭൂകമ്പങ്ങൾ നടന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പോയത്. ലക്ഷക്കണക്കിന് ആൾക്കാർ. ഓരോരോ ഭൂകമ്പങ്ങൾ, ഓരോ മഹാവ്യാധി, കൊറോണ വന്നപ്പോൾ എത്ര കോടിക്കണക്കിന് ആൾക്കാരാണ് പോയത്. ദൈവം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കത്തക്ക ഇന്നും വീര്യ പ്രവൃത്തി നടത്തുന്നുണ്ട്. പക്ഷെ മനുഷ്യനൊരു ആശ്വാസം കിട്ടി എന്താ വേണ്ടത്? ഇനി ദൈവം വേണ്ട. എന്താ ഏതും തുടങ്ങിയതാണ്. ദൈവത്തെ കൂടാതെ സെൽഫായിട്ട് എക്സിസ്റ്റൻസ് നോക്കാം. ഇത് തന്നെയാണ് വൺ വേൾഡ് റിലീജിയൻ. ഇതാണ് ന്യൂ ഏജ് മൂവ്മെന്റ് വരാൻ പോകുന്നത്. ഇതിന്റെ എല്ലാം സ്പിരിറ്റ് നമ്മളോട് അട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, എന്നെ വിളിച്ചിരിക്കുന്ന പ്രത്യാശ എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്ന് ഉയർത്തെന്ന് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവരോട് സദൃശ്യമായി തീരുവാനുള്ള പ്രോമിസ്, അതിനാവശ്യമുള്ള സകല ഘടകങ്ങളും ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് എനിക്കുണ്ട്. ഐ വിൽ അറ്റൈൻ ദാറ്റ്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. 11 ശരീരം 1, ആത്മാവ് 1, കർത്താവ് ഒരുവൻ. ഇതും കൊരിന്ത്യയിലെ സഭയിലും വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. നിങ്ങള് അപ്പോളോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, കർത്താവ് ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞു. ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നതോ ക്രിസ്തു ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്താണ് വിശ്വാസം 1. ഇതിനെ പിടിക്കണമെങ്കിൽ ചില എപ്പിസോഡിൽ ചില മീറ്റിങ്ങുകൾ തന്നെ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ദൈവകൃപയാണ് വിശ്വാസം എന്ന സബ്ജക്റ്റ് നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ ചിന്തിക്കണം. ഹല്ലേലൂയ. ഇന്ന് ചർച്ചയൊക്കെ സംഭവിച്ചു പോയിരിക്കുന്നത് വിശ്വാസത്തിലെ ഡീവിയേഷൻസ്. എന്താ വിശ്വാസം എന്ന് മനസ്സിലാക്കുന്നില്ല. വിശ്വാസമല്ല രക്ഷിക്കുന്നത്, വിശ്വാസത്താൽ ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. ഇന്ന് മിക്കവാറും ചർച്ചകൾ പഠിപ്പിക്കുന്നത് വിശ്വാസം. ഹല്ലേലൂയ, ഫെയ്ത്ത് അലോൺ. ആമേൻ, സ്തോത്രം. മാർട്ടിൻ ലൂഥർ കൂടെ കൊണ്ടുവന്നാണ്. ശരിയാണത്, ഫെയ്ത്ത് അലോൺ എന്ന് എന്തിനോട് കമ്പയർ ചെയ്താ? കാത്തലിസം മ്ലേച്ഛതകളുടെ പ്രവൃത്തിയിൽ കൂടെ നീതീകരണം പ്രാപിക്കാം, പണം കൊടുത്തുകൊണ്ട് പാപക്ഷമ പ്രാപിക്കാം എന്നെല്ലാം പഠിപ്പിക്കുമ്പോൾ അതല്ല ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത്. ഫെയ്ത്ത് ഓൺലി ഇൻ കമ്പാരിസൺ വിത്ത് ദി വേർഡ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് പിടിച്ചുകൊണ്ട് ഫെയ്ത്ത് ഓൺലി, ഫെയ്ത്ത് അല്ല രക്ഷിക്കുന്നത്, ഫെയ്ത്തിനാൽ ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഒരുവൻ. ഇന്ന് ഫെയ്ത്തിനെ പ്രസംഗിക്കുന്നത്. ഫെയ്ത്തിൽ കൂടെ ആര് വരണം അകത്ത് രക്ഷിക്കണമെങ്കിൽ? ക്രിസ്തു അകത്ത് വന്ന് അവൻ നമ്മെ പാപത്തിൽ രക്ഷിക്കണം. ഇതാണ് വേണ്ടത്. ഇതാണ് അറ്റൈൻമെന്റിൽ നടക്കേണ്ടത്. അതാണ് ഏക പ്രത്യാശിക്കായി വിളിച്ചത്. അപ്പൊ വിശ്വാസമല്ല നമ്മൾ രക്ഷിക്കുന്നത്, വിശ്വാസത്താൽ ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. ഇത് നല്ലവണ്ണം ഉറക്കുക. അപ്പൊ നമുക്ക് ഏതൊരു പ്രതികൂലം വന്നാൽ ആര് വേണം? നമ്മുടെ വിശ്വാസമല്ല ഞാൻ രക്ഷ പ്രാപിക്കും, ഞാൻ വിശ്വാസിയാ, ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. വെരി ഗുഡ്. അതിൽ കൂടെ നീ ആരെ സ്വീകരിക്കണം? ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരുന്ന ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ ഭരണം നടത്തുവാൻ സ്വീകരിക്കണം. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റേതായ എല്ലാത്തിനെയും ആയുധവർഗം വയ്ക്കണം. ദൈവകൃപയാണ്. വിശ്വാസത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഡെഫിനേഷൻസ് അനേകം കൊണ്ടുവരാം. കർത്താവ് തന്നെ പറയുന്നത് എന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ വിശ്വാസമല്ല രക്ഷിക്കുന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് വിശ്വാസത്താൽ ക്രിസ്തു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഈ കോൺഫിഡൻസ് നമ്മളിൽ വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ തിരുവഴുത്തിൽ കൂടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നത്, ഞങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശിക്കായിട്ട് നീ വിളിച്ചതുപോലെ കർത്താവ്, നിന്നെ ഞങ്ങൾക്ക് ഒരു ശരീരമായി, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു സ്നേഹം ഞങ്ങൾ വെളിപ്പെടും. കർത്താവ് ഇടയാക്കണം. തുടർന്ന് മെസ്സേജുകൾ കർത്താവ് ഞങ്ങളോട് കൂടി ഇരുന്നാട്ടെ.
തുടർന്ന് ശുശ്രൂഷകൾ കർത്താവ് കൂടി നാട്ടിൽ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങൾ ഒരുക്കിയാട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.